കോഴിക്കോട് ശ്രീരാമന്റെ പേരിൽ ഒരു നാടും അവിടെ രാമനല്ലൂർ ക്ഷേത്രവുമുണ്ട്. ശ്രീരാമന്റെ അനുഗ്രഹം തേടി ഈ പുണ്യമാസത്തിൽ നിരവധി ഭക്തരാണ് കോഴിക്കോട് കാക്കൂരിലെ രാമനല്ലൂർ ക്ഷേത്രത്തിലെത്തുന്നത്. ശ്രീരാമൻ ഖരവധം കഴിഞ്ഞതിന് ശേഷം രാജാവിന്റെ പ്രതിഷ്ഠയിലുള്ള കോഴിക്കോട് ജില്ലയിലെ ഏക ക്ഷേത്രമാണ് രാമനല്ലൂർ ക്ഷേത്രം. മഹാവിഷ്ണുവിന്റെ 7ാമത്തെ അവതാരമായ ശ്രീരാമൻ കുടികൊള്ളുന്ന രാമനല്ലൂർ ക്ഷേത്രം 1500-ലധികം വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. ശ്രീരാമൻ ഖരവധത്തിനു ശേഷം രാജാവിന്റെ രൂപത്തിലിരിക്കുന്ന മൂർത്തിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പ്രകൃതിയുടെ മടിത്തട്ടിൽ തലയെടുപ്പോടെ നിൽക്കുന്ന രാമനല്ലൂർ ക്ഷേത്രം. പ്രകൃതി അതിന്റെ എല്ലാ വശ്യചാരുതയും കനിഞ്ഞനുഗ്രഹിച്ച് ക്ഷേത്രത്തിനായൊരിടം കൽപ്പിച്ചു നൽകി. ക്ഷേത്രക്കുളവും കാവുമെല്ലാം ഭക്തരെ ഭക്തിയുടെ പരകോടിയിലേക്ക് കൊണ്ടുപോകും. ശ്രീരാമൻ ഖരവധം കഴിഞ്ഞ് രാജാവിന്റെ രൂപത്തിലിരിക്കുന്ന മൂർത്തിയുള്ള കോഴിക്കോട് ജില്ലയിലെ ഏക ക്ഷേത്രം കൂടിയാണ് രാമനല്ലൂർ ക്ഷേത്രം. രാമനാമ മുഖരിതമാണ് ക്ഷേത്രവും പരിസരവും. അല്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസ്സേറ്റം, സീമന്തപുംസവനാദി ക്രിയകളും ചെയ്തു, കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവരൻ, ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലം, അർഭകന്മാരും 4 പിറന്നാരുടനുടൻ. നൂറ്റാണ്ടിന്റെ പഴക്കവും കൊത്തുപണിയും ക്ഷേത്രത്തെ അതിമനോഹരമാക്കുന്നു. പതിറ്റാണ്ടുകളുടെ ചരിത്രം പറയാനുണ്ട് ഈ പുണ്യക്ഷേത്രത്തിന്. ഈ അമ്പലം ദശാവതാര ക്ഷേത്രങ്ങളിൽപ്പെട്ട പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ഭഗവാൻ ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു അമ്പലമാണ്. പണ്ട് ഒരു ഖരവധം കഥകളി നടക്കുന്നുണ്ടായിരുന്നു. ഈ ഇതിൻ്റെ തൊട്ട് കുളത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള പറമ്പിൽ വെച്ചായിരുന്നു. അപ്പോൾ ഖരവധം കഥകളി നടക്കുമ്പോൾ ഖരൻ ശ്രീരാമനെ പോർക്ക് വിളിക്കുന്ന ഒരു രംഗം ആ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ശ്രീകോവിൽ നിന്നും ഒരു അലർച്ച കേട്ടുവെന്നും ആ ഖരൻ്റെ വേഷം കെട്ടിയാൽ തത്സമയം തന്നെ വേദിയിൽ ചോര ഛർദ്ദിച്ച് മരിച്ചു വീണുവെന്നാണ് ഐതിഹ്യം. അതിനുശേഷം ഇവിടെ ഈ കഥകളി ഉണ്ടായിട്ടില്ല എന്ന് പറയപ്പെടുന്നു. ശ്രീരാമസ്വാമിയുടെ പ്രതിഷ്ഠ ഇവിടെ ഖരവധം കഴിഞ്ഞ് ധ്യാനമായിട്ടാണ് പറയപ്പെടുന്നത്. കോപാകുലനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമസ്വാമിയായിട്ടാണെന്നാണ് പറയപ്പെടുന്നത്. അത് കാരണത്താൽ തന്നെ ഇവിടെ വിവാഹം, ഉത്സവത്തിന് വെടിക്കെട്ട്, ആന എന്നിവയൊന്നും ഉണ്ടാവാറില്ല. പ്രദേശത്തെ 6 ഇല്ലക്കാരാണ് ക്ഷേത്രത്തിലെ ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ. ശ്രീരാമ പ്രതിഷ്ഠ കൂടാതെ നാലമ്പലത്തിനകത്ത് ഗണപതി ഭഗവാന്റെയും അയ്യപ്പ ഭഗവാന്റെയും പ്രതിഷ്ഠയുമുണ്ട്. മീനമാസത്തിലെ ശ്രീരാമനവമിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം. കാക്കൂർ പഞ്ചായത്തിലെ പുൽക്കുന്ന് മലയുടെ താഴ്വാരങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രങ്ങൾ, അതിൽ കേന്ദ്രസ്ഥാനീയമായിട്ടുള്ള ക്ഷേത്രമാണ് രാമനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ഇവിടുത്തെ ശ്രീരാമൻ ഈ ദശാവതാര പ്രതിഷ്ഠകളിൽ രാജപദവി ഉള്ള പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രമാണ്. ആ നിലയ്ക്ക് ഉള്ള അതിൻ്റെ ഒരു പ്രാധാന്യവും ഈ ക്ഷേത്രത്തിനുണ്ട്. ധാരാളം ഭക്തജനങ്ങൾ ഇവിടേക്ക് വരുന്നുണ്ട്. സമീപകാലത്തായിട്ട് ഈ ദശാവതാര ക്ഷേത്രങ്ങളെ ഒന്നിച്ച് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ദശാവതാര ഏകോപന സമിതിയുണ്ട്. രാമായണ മാസമായ ഈ പുണ്യമാസത്തിൽ ക്ഷേത്രത്തിൽ ദിവസേന വിശേഷാൽ പൂജയും രാമായണ മാസാചരണവും നടക്കാറുണ്ട്. കൂടാതെ എല്ലാ വ്യാഴാഴ്ചയും ക്ഷേത്രത്തിൽ നാമജപവും ഉണ്ടാകും. രാമനല്ലൂർ ക്ഷേത്ര പരിസരത്തോട് ചേർന്ന് 6 കിലോമീറ്റർ ചുറ്റളവിൽ ദശാവതാര ക്ഷേത്രങ്ങൾ ഉണ്ടെന്നതും ഈ പുണ്യഭൂമിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. ശ്രീരാമക്ഷേത്രത്തിൽ ഇങ്ങനെ രാമായണ പാരായണത്തിന്റെ ഭക്തിയും മനസ്സിൽ നിറച്ച് ക്ഷേത്രത്തിൽ നിന്ന് പടിയിറങ്ങുന്ന ഓരോ ഭക്തനും രാമായണ പുണ്യം നേടിയാണ് മടങ്ങുന്നത്. ജനം, കോഴിക്കോട്.